എല്ലാ കൂട്ടുകാർക്കും ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് ഇക്തിമാലു ദൗലത്തിൽ ഇസ്ലാമിയ, ഇക്തിമാലിനെ കുറിച്ചാണ്. ഇസ്ലാമിക രാഷ്ട്രം പൂർത്തിയാക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. വിവിധങ്ങളായി ചിതറിക്കിടക്കുന്ന ഗോത്രങ്ങളെ ഒന്നിപ്പിക്കുവാൻ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന കാര്യം. വിശുദ്ധ പ്രവാചകൻ ജസീറത്തുൽ അറബിൽ, അറേബ്യൻ ഉപദ്വീപിൽ ഒരു ചലനം സൃഷ്ടിച്ചത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോരാടിയിരുന്ന ഗോത്രങ്ങളെ മുഴുവനും ഒന്നിപ്പിച്ച് ഒരു ഭരണവ്യവസ്ഥയുടെ കീഴിൽ, ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ, ഒരു ജീവിത രീതിയുടെ പേരിൽ, ഒരു ജീവിതചര്യയുടെ പേരിൽ ഒന്നിപ്പിച്ചു എന്നതാണ്. വിവിധ ഭാഷകളായി, വിവിധ ഗോത്രങ്ങളായി, വിവിധ ഐഡൻറ്റിറ്റികളായി വേർതിരിഞ്ഞു പോയിട്ടുള്ള അറബികളെ ഒന്നാക്കാൻ കഴിഞ്ഞു. അതാണ് വിശുദ്ധ പ്രവാചകൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം എന്ന് പറയുന്നത്. വഹദൽ അറബ, അറബികളെ ഒന്നിച്ചു. തഹ്ത റായത്തിൻ, ഒരു കൊടിക്ക് കീഴിൽ. മബാദ് ഇൻ വാഹിദ വ മബാദ് ഇൻ വാഹിദ, ഒരൊറ്റ പ്രത്യയശാസ്ത്രത്തിന് കീഴിൽ. ഏതാണ് ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രം? ഇസ്ലാമിക് ഭരണഘടന എന്താ? അൽ ഖുർആൻ. ഖുർആനാണ് ഒന്നാമത്തെ ഭരണഘടന. 2 വസ്സുന്ന, പ്രവാചകൻ്റെ ജീവിത രീതി. ഇപ്പോൾ വിവിധ ഗോത്രങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രവാചകൻ നടത്തിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇസ്ലാം ഒരു മതം മാത്രമല്ല, ഇസ്ലാം ഒരു സംസ്കാരത്തെ കൊണ്ടുവന്നു. ഉന്നതമായ സംസ്കാരം. അയൽവാസിയെ പട്ടിണി കിടക്കരുതെന്ന് പഠിപ്പിച്ച സംസ്കാരം. തൊഴിലാളിക്ക് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവരുടെ വേതനം കൊടുക്കണമെന്ന സംസ്കാരം. ഔജദൽ ഇസ്ലാം, ഇസ്ലാം ഉണ്ടാക്കി. അൽ മദനിയ, ഒരു കൾച്ചർ. അറാഖിയ, ഉന്നതമായ കൾച്ചർ. അൽ മുഅ്തബദ, അത് ബേസ് ചെയ്യുന്നത് അൽ അംര ബിൽ മാറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുക. വന്നഹി അനിൽ മുൻകർ, തിന്മ നിരോധിക്കുക എന്ന അടിസ്ഥാനത്തിലുള്ളൊരു ഇസ്ലാമിക രാജ്യമുണ്ടാക്കി എന്നുള്ളതാണ്. ഇനി ഇസ്ലാമിക ഭരണഘടന എങ്ങനെയാണെന്ന് നോക്കൂ. അത്തൻളീമു സിയാസി, ഇസ്ലാമിക് പൊളിറ്റിക്കൽ സ്ട്രക്ചർ. ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ഘടന എങ്ങനെയാണ്? അലാ റഅ്സിഹി അൽ ഖലീഫ, ഏറ്റവും മുകളിൽ രാജാവ് തന്നെയാണ്. ഏറ്റവും മുകളിൽ രാജാവാണ്. ഈ രാജാവിനെ ആരാണ് സെലക്ട് ചെയ്യുന്നത്? യുഖ്താറുൽ ഖലീഫത്തു, ഖലീഫ സെലക്ട് ചെയ്യപ്പെടും. ബിനാഅൻ അലൽ ഇൽമ, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. വൽ അദാല, നീതി. വൽ കിഫായ, ഒരു ക്വാളിറ്റി. വസലാമത്തുൽ ഹവാസ്, എങ്ങനെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്? ബിവാസിതത്തി ഷൂറ, ഒരു ഷൂറ ബോഡി ഉണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ഷൂറ ഉണ്ടാവും, ഒരു മുഷാവറ ഉണ്ടാവും അവിടെ. ഇനിയോ ഇസ്ലാമിക സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ 2 വിധമാണ്. ഒന്ന് മതപരമായ ഒരു ഭരണം, 2 രാഷ്ട്രീയപരമായ ഒരു ഭരണം. അതാണ് അൽ ഖലീഫത്തുൽ ഇസ്ലാമി, ഇസ്ലാമിക രാജ്യം. രാജാവ് യജ്മഉ, അയാൾ ഒന്നിപ്പിക്കുന്നുണ്ട്. ബൈന സൽത്തത്തൈനി, 2 ഭരണങ്ങളെ യോജിപ്പിക്കുമ്പോഴാണ് ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാകുക. ഒന്ന് ദീനിയ, മതപരമായ. രാജാവിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം മതം സംരക്ഷിക്കുക എന്നതാണ്. 2 അസിയാസിയ, രാഷ്ട്രത്തെ സംരക്ഷിക്കുക. ഈ 2 ഉത്തരവാദിത്തങ്ങളാണ് ഒരു ഖലീഫ നിർവഹിക്കുന്നത്. ഇനി ഖലീഫ ഒറ്റയ്ക്ക് ഭരണം നടത്തുകയല്ല, ഖലീഫയെ സഹായിക്കാൻ മന്ത്രിമാരുണ്ട്. മന്ത്രിമാരെന്ന് പറഞ്ഞാൽ തലമുതിർന്ന സ്വഹാബികളുണ്ടായിരുന്നു. കാനൽ ഖലീഫത്തു, ഖലീഫയായിരുന്നു. യസ്തഈനു, സഹായം തേടും. കിബാർ സ്വഹാബ, സീനിയർ സ്വഹാബത്തിനോട്. ഫിൽ ഉമൂരി സിയാസിയ, രാഷ്ട്രകാര്യങ്ങളിലൊക്കെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യും? കിബാർ സ്വഹാബത്തിനോട് ചോദിക്കും. ഇനി പഠിക്കുന്നത് ഒരു സൈനിക വ്യവസ്ഥ എങ്ങനെയാണ്. അത്തൻളീമുൽ ഇദാരി, മിലിറ്ററി സിസ്റ്റം. അവിടെ ഒരു ദീവാനുൽ ജുന്ദ് ഉണ്ടായിരുന്നു, ഒരു സൈനിക രജിസ്റ്റർ ഉണ്ടായിരുന്നു. ആരാണ് സൈനികൻ? ദീവാനുൽ ജുന്ദ്. കുല്ലു മുസ്ലിമിൻ, എല്ലാ മുസ്ലിങ്ങളും. ഖാദിറുൻ അലാ ഹംലി സിലാഹ്, ആയുധമേന്താൻ കഴിയുന്ന എല്ലാ മുസ്ലിങ്ങളും. യുഅ്തബർ ജുന്ദിയ, സൈനികനായി കണക്കാക്കപ്പെടും. ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള. അപ്പോൾ ആരാണ് ജുന്തി എന്നുള്ള ചോദ്യം. ഇനി ഇവർക്ക് എന്താണ് ഇവരുടെ സാലറി? ഇവർക്ക് ഫിക്സഡ് സാലറി ഇല്ല.
ഇവർക്ക് യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന മുതൽ, യുദ്ധം മുതലാണ് ഇവരുടെ സാലറി എന്ന് പറയുന്നത്. കാനത്ത് റവാത്തിബുഹും, അവരുടെ സാലറി ആയിരുന്നു, ശമ്പളമായിരുന്നു. അൽ ഖനായിമുൽ ഹർബിയ, യുദ്ധത്തിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കുന്ന മുതലുകളായിരുന്നു. ഇനി 2 ദീവാനുൽ ഖറാജ്. ദീവാനുൽ ഖറാജ് ഉണ്ടായിരുന്നു അന്ന്, അഥവാ നികുതി. ഉമർ അള്ളാഹുവിൻ്റെ കാലത്താണ് ഈ നികുതി ഒരു വ്യവസ്ഥാപിതമായിട്ട് ചെയ്തിട്ടുള്ളത്. എന്താഹദി ഉമർ അള്ളാഹുവിൻ്റെ കാലത്ത് നല്ലമ ദീവാനിൻ, ഒരു രജിസ്റ്റർ ഉണ്ടാക്കി. ഈ തൻലീമിൻ നഫഖാത്തിൻ വ വാരിദാത്തിൻ, വരവ് ചെലവുകൾ ചിട്ടപ്പെടുത്താൻ. ദൗലത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക രാഷ്ട്രത്തിൽ വരവും ചെലവൊക്കെ കൃത്യമായിട്ട് വെക്കാൻ വേണ്ടി ഉമർ അള്ളാഹുവിൻ്റെ കാലത്ത് ഇതൊന്നുകൂടി വ്യവസ്ഥാപിതമാക്കിയൊരു ദീവാനുൽ ഖറാജ്, ഒരു വരവ് ചെലവ് കണക്കുകളൊക്കെ സൂക്ഷിക്കാൻ തുടങ്ങി. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യായാധിപന്മാർ, ആദ്യകാലത്തൊന്നും ന്യായാധിപരില്ല, പിന്നീട് ന്യായാധിപരുണ്ടായി. അഥവാ നമ്മളൊരു ജുഡീഷ്യറി സിസ്റ്റം കൊണ്ടുവരികയാണ്. ജുഡീഷ്യറി സിസ്റ്റം ഫി അഹദി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻ. ഉമർ അള്ളാഹുവിൻ്റെ കാലത്ത് ഒയ്യിനൽ ഖുലാത്ത് ഫിൽ വിലായാത്സ്, ഓരോ സ്റ്റേറ്റുകളിലും ഖുലാത്തിനെ, ന്യായാധിപന്മാരെ നിയമിച്ചു, ജഡ്ജിമാരെ നിയമിച്ചു. ഇനി അതുപോലെ തന്നെ അൽ ബരീദ്, പോസ്റ്റൽ വ്യവസ്ഥ ഉണ്ടായിരുന്നു. വല ഉമർ അള്ളാഹുവിന് വെച്ചിട്ടുണ്ട് നിലാമൻ ഖാസൻ, ഒരു പ്രത്യേക വ്യവസ്ഥ. ലി തസ്ഹീലിൽ മുവാസലാത്ത്, കത്തിടപാടുകൾ എളുപ്പത്തിലെത്താൻ. വനഖ്ലിൽ അഖ്ബാർ, വാർത്തകൾ കൊണ്ടുപോകാനും. ബൈനൽ വിലായാത്തിൽ ഇസ്ലാമി, ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലുള്ള വിവരങ്ങൾ പരസ്പരം കൈമാറാനൊക്കെ ഒരു വ്യവസ്ഥാപിതമായ പോസ്റ്റൽ സിസ്റ്റം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനി 5ാമതായി പറയുകയാണെങ്കിൽ അശ്ശുർത്ത, സൈനികരുണ്ടായിരുന്നു. എന്താ സൈനികരുടെ ഡ്യൂട്ടി? തഅ്മീനുൻ നാസി അലാ ഹയാത്തിഹിം വംവാലിഹിം, ജനങ്ങളുടെ ജീവൻ, സ്വത്ത്, അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഏത് നാട്ടിലെ പോലീസിൻ്റെ ഉത്തരവാദിത്തം എന്താ? ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളതാണ്. വഹിഫുദു നിലാം, അവിടുത്തെ ലോ ആൻഡ് ഓർഡർ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക. നുളിമത്ത് ഷുർത്തോ, സൈനിക വ്യവസ്ഥ നല്ല രീതിയിൽ കൊണ്ടുവന്നത് അലാഹദി അലി അള്ളാഹുവിൻ്റെ കാലത്താണ്. അന്ന് സൈനിക മേധാവിക്കാണ് ഉത്ലിഖമയ്യക്കൂമു ബിഹ, സൈനിക കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്ക് എന്താ പറഞ്ഞിരുന്നത്? സ്വാഹിബു ഷുർത്ത എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞിരുന്നത്? സ്വാഹിബു ഷുർത്ത. ഇനി നമ്മൾ പറയുന്നത് ഖുലഫാഉ റാഷിദുകളുടെ കാലത്ത് രാജ്യത്തെ വിവിധ അക്കാലിമുകളെ വിവിധ സ്റ്റേറ്റുകളായി നിയമിച്ചിരുന്നു. ഓരോ സംസ്ഥാനത്തിനും ഓരോ ഗവർണർമാരുണ്ടായിരുന്നു. അതാണ് നമ്മൾ പഠിക്കുന്നത്. വുലാത്തുൽ അക്കാലിം, പ്രവിശ്യകളിലെ ഗവർണർമാർ. ഉയ്യിന, അവിടെ സ്ഥാപിച്ചു. ഉയ്യിനൽ വിലായാത്ത്, ഓരോ സംസ്ഥാനത്തും നിയമിച്ചു. വുലാത്തുൻ, ഗവർണേഴ്സ്. എപ്പോഴാണത്? ലമ്മത്തസഅത്ത് ദൗലത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക രാഷ്ട്രം വികസിച്ചപ്പോൾ. ഫി ജമീഇ അൻഹാഇൽ ജസീറ, അറേബ്യൻ ഉപദ്വീപിലെ എല്ലായിടത്തും മുസ്ലിങ്ങളെത്തി. കാരണം എന്താണ്? സ്വഹാബികൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ വിജയരഹസ്യം എന്താ? ലി അന്ന സ്വഹാബത്ത, കാരണം സ്വഹാബികൾ കാനു, അവരായിരുന്നു ഉബ്ബാദം ഫില്ലൈൽ, രാത്രിയിൽ അവർ അല്ലാഹുവിനെ ആരാധിക്കും. വഫുർസാനം ഫിൻ നഹാർ, പകലിൽ അവർ ഹോഴ്സ് റൈഡേഴ്സാണ്, കുതിരസവാരിക്കാരാണ്, കുതിരപ്പടയുടെ നായകന്മാരാണ് അവർ. മുസ്ലിങ്ങൾക്ക് ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, അത് ദൈവികമായിട്ടുള്ള ശക്തിയാണ്. രാത്രി മുഴുവനും അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും, പകലിൽ അധ്വാനിക്കും. അതിൻ്റെ ഫലമായിരുന്നു കിസ്രയുടെയും കൈസറിൻ്റെയും റോമാ സാമ്രാജ്യത്തിൻ്റെയും ഒക്കെ അതിർവരമ്പുകൾ ഭേദിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞത്.